നമസ്കാരം. ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കിയുടെ ഏറ്റവും വലിയ ഷെയർ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. യൂറോപ്പിലൊക്കെ അവർക്ക് നല്ല രീതിക്ക് അവരുടെ കാറുകൾ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ പോലും സുസുക്കിയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഷെയർ ഇന്ത്യയാണ്. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് സുസുക്കിയുടെ വാഹനങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ ഇന്ത്യക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി, അഫോർഡബിലിറ്റി, അത് മാത്രമല്ല ഡ്യൂറബിലിറ്റി, ഈസി ടു മെയിൻറ്റെയിൻ, അത് മാത്രമല്ല മൈലേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സുസുക്കിയുടെ വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള ഒരു ജനപ്രീതിയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിൻ്റെ ഏകദേശം 49% സുസുക്കിയുടെ കയ്യിൽ തന്നെയാണ്. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ 30 തുടങ്ങുന്ന ജാപ്പനീസ് മൊബിലിറ്റി ഷോയിൽ സുസുക്കി അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മികച്ച ഇലക്ട്രിക് കാറാണ്. കോമ്പാക്ട് സൈസിലുള്ള ഇലക്ട്രിക് കാറാണ്. ഒരുപാട് കാലമായിട്ട് മാരുതിയുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ എന്ന് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയാണ്. കാരണം ഇന്ത്യയാണ് സുസുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ്. തീർച്ചയായിട്ടും സുസുക്കി ഗ്ലോബലി അവതരിപ്പിക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിക്ക് മാത്രമല്ല നമ്മൾ ഈ ഒരു വാഹനത്തെ കാണുന്നത്. ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ മാക്സിമം ലഭിക്കാൻ പോകുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 270 കിലോമീറ്ററാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളങ്ങ് നെറ്റി ചുളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 270 കിലോമീറ്റർ ക്ലെയിം ചെയ്താൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി അത് ലഭിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 270 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150 കിട്ടുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല കാര്യങ്ങൾ. 270 ക്ലെയിം ചെയ്താൽ അതിനോടടുത്ത് തന്നെ റിയൽ ലൈഫിലും ഈ ഒരു വാഹനത്തിന് റേഞ്ച് ലഭിക്കും എന്നുള്ള രീതിക്കാണ് ഇപ്പോഴത്തെ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഈ ഒരു വാഹനം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാഹനം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു വാഹനത്തിൻ്റെ പേര് വിഷൻ ഇ സ്കൈ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് കാലം മുമ്പ് മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് കോമ്പാക്ട് സൈസിലുള്ള EV കാറുകൾ കൊണ്ടുവരും എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് 2019 മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ ഇലക്ട്രിക് കോൺസെപ്റ്റ് ഒക്കെ അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറി, കോവിഡ് വന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പിന്നീട് സുസുക്കി കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷനൊന്നും അവരുടെ ഇലക്ട്രിക് കാറുകളെക്കുറിച്ച് നൽകിയില്ല. കാറുകളെക്കുറിച്ചിട്ട് നൽകിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വാഹനങ്ങളൊക്കെ അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ വിറ്റാര വന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിൽ അത്യാവശ്യം കിലോമീറ്റർ ലഭിക്കുന്ന അല്ലെങ്കിൽ റേഞ്ച് ലഭിക്കുന്ന ഒരു വാഹനം. അതിന് EWX എന്ന് പറയുന്ന ഒരു വാഹനം അവർ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ 2 വർഷം മുമ്പ് തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ W ഫോർ വാഗണർ എന്നുള്ള രീതിക്കാണ് ആ ഒരു വാഹനത്തെ കാണുന്നത്. കേക്കാറാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വാഹനം വിഷൻ ഇ സ്കൈ എന്ന് പറയുന്ന വാഹനം വിർച്വൽ റിവീലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫിസിക്കലായിട്ട് ഈ ഒരു വാഹനത്തെ കാണിച്ചിട്ടില്ല. 2026 ഫിനാൻഷ്യൽ വർഷം ഇത്തരത്തിലൊരു വാഹനവുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അവരിപ്പോൾ കാണിച്ചിട്ടുള്ളത്. 2026 എന്ന് പറയുന്നത് 2025 കഴിയാറായി, 2026 കടന്നു. അതായത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വാഹനം, അതായത് 12 മാസം, ഇനി വരുന്ന 12 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വാഹനം ഗ്ലോബൽ മാർക്കറ്റിൽ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KEV പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരും. അത്തരത്തിലുള്ള സാധ്യതയെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് നേരത്തെ തന്നെ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ സുസുക്കിയുടെ EV സെൻട്രിക് ഡിസൈൻ ഫിലോസഫി ആയിട്ടുള്ള യുണീക്ക്, സ്മാർട്ട്, പോസിറ്റീവ്, ആ ഒരു ഡിസൈൻ ഫിലോസഫിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു കോൺസെപ്റ്റ് വാഹനമാണ്, പക്ഷേ വിർച്വലിയാണ് ഈ ഒരു വാഹനത്തെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ബോൺ ഇലക്ട്രിക് വാഹനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിലുള്ള ചേസിസിനെടുത്ത് മോഡിഫൈ ചെയ്തിട്ട് അതിൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിട്ട് കൊണ്ടുവരുന്നൊരു വാഹനമൊന്നുമല്ല. EVക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിന് എന്ത് പേരാണ് എന്നുള്ളതൊന്നും ഇപ്പോൾ വെളിയിലേക്ക് വന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബോൺ ഇലക്ട്രിക് വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഒരു ക്ലെയിംഡ് റേഞ്ച് ഉണ്ട് 270 കിലോമീറ്റർ. അതിനോടടുത്ത് തന്നെ പ്രാക്ടിക്കലി ലഭിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസൈൻ ലാംഗ്വേജ്. ഒരു മെട്രിക് സ്റ്റൈൽ LED ബാർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല എയറോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീലുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെട്രിക് സ്റ്റൈൽ ആയിട്ടുള്ള LED ബാർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് പിക്സൽ കൈൻഡ് ഓഫ് ഇങ്ങനെ പിക്സൽസ് അടുക്കി വെച്ചിട്ടുള്ള രീതിക്കാണ്, അല്ലെങ്കിൽ ഒരു കണക്ട് ആയിട്ടുള്ള ഒരു LED ഹെഡ് ലാമ്പുകൾ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. പിന്നെ വീലുകളാണെന്നുണ്ടെങ്കിലും എയറോ ഡൈനാമിക് സ്പെസിഫിക്കേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള
രീതിയിലുള്ള വീലുകളാണ്. പ്രധാനമായിട്ടും ഈ എയറോഡൈനാമിസിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള മിറേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കോൺസെപ്റ്റ് വെഹിക്കിളാണ്. അതായത് വിർച്വലി കാണിച്ചിരിക്കുന്ന ഒരു ഇമേജ് മാത്രമാണ്. അതിൽ നിന്നും പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാലും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇതൊരു ടോൾ ബോയ് ഹാച്ച് ബാക്ക് വാഹനം തന്നെയായിരിക്കും. ഇതായിരിക്കും മിക്കവാറും വാഗണാറിൻ്റെ ഇലക്ട്രിക് വേർഷൻ എന്നുള്ള രീതിക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഈ വാഹനം തന്നെയായിരിക്കും EWX എന്നുള്ള രീതിക്ക് അതൊരു കോൺസെപ്റ്റായിട്ട് നമ്മളെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓൾറെഡി അത് കാണിച്ചൊരു വാഹനമാണ്. എന്തായാലും ഒരു കോമ്പാക്ട് സൈസിലുള്ള ഒരു ടോൾ ബോയ് ഹാച്ച് ബാക്ക് വാഹനം, അത് ഇലക്ട്രിക് വാഹനം, ബോൺ ഇലക്ട്രിക് വാഹനം, അത് തീർച്ചയായിട്ടും സുസുക്കിയുടെ പൈപ്പ് ലൈനിലുണ്ട് എന്ന് തീർച്ചയാക്കാം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3395 മില്ലിമീറ്ററാണ്, അതാണ് എൻ്റെ ലെങ്ത്ത്. ഇനി വിഡ്ത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1475 മില്ലിമീറ്ററാണ്. ഹൈറ്റ് നല്ല രീതിക്ക് ഹൈറ്റ് ഉണ്ട്, കാരണം ഇതൊരു ടോൾ ബോയ് കോൺസെപ്റ്റുള്ളൊരു വാഹനമാണ്. 1625 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സുസുക്കിയുടെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഹൈറ്റുള്ളൊരു വാഹനമാണ്. വാഗണാറിൻ്റെ ഒക്കെ ഒരു സൈസ് വരും. എന്തായാലും എസ്പ്രസോയേക്കാൾ കൂടുതൽ ഈ ഒരു വാഹനത്തിനുണ്ട്, അല്ലെങ്കിൽ ടോളർ ദാൻ എസ്പ്രസോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഒരു മൈക്രോ SUV കൈൻഡ് ഓഫ് ലുക്കാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു രീതിക്കുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ലുക്കാണ് അവിടെ വരുന്നത്. നമ്മളതൊന്നും എടുത്തു പറയുന്നില്ല, കാരണം ഇത്തരത്തിലുള്ളൊരു ഇൻറ്റീരിയർ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് കാറിൽ എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫിറ്റ്മെൻറ്റ് മാത്രമായിരിക്കും ഈ ഒരു വാഹനത്തിലും ഉണ്ടാവുക. എത്ര കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ്, മോട്ടറിൻ്റെ പവർ എത്രയാണ്, അത് മാത്രമല്ല വീലുകളുടെ സൈസ് എത്രയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും റിവീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ 2025 ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യുന്ന ജാപ്പനീസ് മൊബിലിറ്റി ഷോയിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നല്ലൊരു ശുഭവാർത്തയാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ, അത്യാവശ്യം റേഞ്ചുള്ള, നല്ല ഡ്യൂറബിലിറ്റിയുള്ള ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന മികച്ച ഒരു സിറ്റി പർപ്പസിന് യൂസ് ചെയ്യാൻ കഴിയുന്ന, അത്യാവശ്യം ഹൈവേസിലൊക്കെ ആവശ്യമുള്ള സമയത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന, ക്ലെയിംഡ് റേഞ്ചും ആക്ച്വൽ റേഞ്ചും ഏകദേശം സെയിം ആയി നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും സുസുക്കി അത് ഫുൾഫിൽ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ വിശ്വാസം. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.